2013 മോഡൽ ഓൾട്ടോ കേട്ടൻ 70,000 കിലോമീറ്റർ നമുക്കൊരു 1.65 കൊടുക്കാം. 2014 മോഡൽ വാൻഡർ VXI വേരിയൻറ്റ് 71,000 കിലോമീറ്റർ. 71? അതെ. 2014 മോഡൽ. 2023 മോഡൽ ബലോന ഡെൽറ്റ വെറും 22,000 കിലോമീറ്റർ മാത്രം ഓടി സിംഗിൾ ഓണർഷിപ്പ് വണ്ടി. അടുത്ത കണ്ട് 2014 മോഡൽ ഹുണ്ട എക്സെൻ്റ് വണ്ടി സെക്കൻഡ് ഓണർഷിപ്പ് വെറും 70,000 കിലോമീറ്റർ മാത്രം ഓടുന്നുണ്ട്. ഹായ് ഫ്രണ്ട്സ്, അനൂപാണ്. വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ നമ്മൾ ഇന്ന് വന്നിരിക്കുന്നത് ചന്ദനത്തോപ്പിലാണ്. കൊല്ലം ജില്ലയിൽ ചന്ദനത്തോപ്പ് എന്ന് പറഞ്ഞ ഭാഗത്താണ് വന്നേക്കുന്നത്. നമ്മുടെ ഡിക്സൺ വർക്ക് ചെയ്യുന്ന ഷോപ്പിലാണ് വന്നേക്കുന്നത്, ഇൻഡസ്. അപ്പോൾ ഒരു 65 രൂപ തൊട്ട് മുകളിലോട്ട് നോക്കുന്ന എല്ലാത്തരം പ്രഷർക്ക് എടുക്കാനും കാണാനും അല്ലാതെ കണ്ടുകൊണ്ടിരിക്കാനാണെങ്കിലും എടുക്കാനാണെങ്കിലും കൊള്ളാവുന്ന നല്ല നല്ല വണ്ടികൾ കിടക്കുന്ന ഒരു ഷോപ്പാണ്. പിന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന സുഹൃത്തുക്കളുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് തരിക. അതേപോലെ സ്ഥിരം പറഞ്ഞുകൊണ്ടിരിക്കുന്ന ഹൈപ്പ് എന്ന് പറഞ്ഞ കലാപരിപാടി മറന്നു പോകരുത്. എല്ലാവരും അത് ബട്ടൺ ഞെക്കി തന്ന് സപ്പോർട്ട് ചെയ്ത് തരിക. അപ്പോൾ നമുക്ക് ഇവിടുത്തെ വണ്ടികളുടെ വിശേഷങ്ങൾ നോക്കിയിട്ട് വരാം. ബാ ഡിക്സ, നമസ്കാരം. നമസ്കാരം. എങ്ങനെയുണ്ട് കച്ചവടങ്ങളൊക്കെ? കച്ചവടമൊക്കെ തരക്കേടില്ല, ഉഷാറായിട്ട് പോകുന്നുണ്ട്. ഏകദേശം എത്ര രൂപയുള്ള വണ്ടികൾ എത്താണ് കിടക്കുന്നത്? നമുക്കൊരു 60-65 രൂപ സ്റ്റാർട്ടിങ് കിടപ്പുണ്ട് നമ്മുടെ. 60 സ്റ്റാർട്ടിങ് വരാനുണ്ട്. ഈ വീഡിയോ കണ്ടിട്ട് വരുമ്പോഴത്തേക്കും സെറ്റ് ആവും വണ്ടി. നമുക്ക് ഈ പെരുന്നാൾ കഴിയുമ്പോഴത്തേക്കും 3-4 സ്റ്റോക്ക് നമുക്ക് കയറാനുണ്ട്. ഒരു 50 രൂപ 40 രൂപ കുറേ വണ്ടി നമുക്ക് വരാനുണ്ടല്ലോ. വരാനുണ്ട്. ഓക്കെ. അപ്പോൾ നമ്മൾ ഇത്തവണ ഒരു 10-12 വണ്ടിയുള്ളതാണ് നീ പറഞ്ഞത്. ഒരു 15 വണ്ടിക്കകത്ത് വണ്ടി കയറുന്നില്ല. വണ്ടി കയറുന്നുണ്ട്, സോൾഡ് ആവുന്നതാണ്. വണ്ടി കിടക്കുന്നില്ല, പെട്ടെന്ന് പോകുന്ന വണ്ടി. എല്ലാവരും പറയുന്ന വണ്ടി പോകുന്നില്ല എന്നാണല്ലേ? വണ്ടി കയറുന്നുണ്ട്, നമുക്ക് പോകുന്നുണ്ട്. വണ്ടി നമ്മുടെ പോകുന്നുണ്ട്. കാറായിട്ടായാലും നമുക്ക് പിടിച്ച് നിൽക്കാൻ പറ്റും ഇവിടെ നമുക്ക്. അതല്ലേ. ഓക്കെ. അപ്പോൾ നമുക്ക് എന്തായാലും വണ്ടികളുടെ വിശേഷങ്ങൾ നോക്കാം. ബാ. 2007 മോഡൽ ഓൾട്ടോ LX 2027 വരെ പേപ്പറിന് വണ്ടിക്ക്. ഓണർഷിപ്പ് എത്രയാണ്? ഓണർഷിപ്പ് സെക്കൻഡ് ഓണർഷിപ്പ് വണ്ടി. സെക്കൻഡ് ഓണർ. കിലോമീറ്റർ ഒക്കെ എന്താ ഓടി? കിലോമീറ്റർ കറക്റ്റ് വരുമ്പോഴത്തേക്ക് നമുക്കൊരു 89,000 കിലോമീറ്റർ വണ്ടി പോയിട്ടുണ്ട്. ജെന്യൂൻ ആണോ? ജെന്യൂൻ കിലോമീറ്റർ. AC പവർ സ്റ്റിയറിംഗ് സ്റ്റീരിയോ കാര്യങ്ങളെല്ലാം വണ്ടിക്ക് തരുന്നുണ്ട്. AC ഒക്കെ വർക്ക് ചെയ്യുമല്ലോ? AC വർക്കിംഗ് ആണ്. അതിൻ്റെ പവർ സ്റ്റിയറിംഗ്, AC പവർ സ്റ്റിയറിംഗ്, സെൻട്രൽ ലോക്കൽ സ്റ്റീരിയോ എല്ലാം വണ്ടിക്ക് തരുന്നുണ്ട്. ടയർ ആവറേജ്. ഫ്രണ്ട് 2 നല്ല ടയർ പോട്ടെ, ബാക്ക് ആവറേജ് ടയർ നടക്കുന്നത്. ഓക്കെ. എത്ര ചോദ്യം? ഇത് നമുക്കൊരു 65 രൂപ കൊടുക്കാം. ഇതാണോ വണ്ടി? അതെ, 65 രൂപ കൊടുക്കാം. 2007 മോഡൽ ഓൾട്ടോ LXI നമുക്കൊരു 65 രൂപ കൊടുക്കാം. 65,000 രൂപ. അതെ. അടുത്ത കണ്ട് 2014 മോഡൽ ഹുണ്ട എക്സെൻ്റ് വണ്ടി സെക്കൻഡ് ഓണർഷിപ്പ് വെറും 70,000 കിലോമീറ്റർ മാത്രം പോകുന്നുണ്ട്. കിലോമീറ്റർ ജെന്യൂൻ ആണ്. 70,000 കിലോമീറ്ററോടെ 2014 മോഡൽ വണ്ടി. വേറെ മേജർ ആക്സിഡൻറ്റോ റീപ്ലേസ്മെൻറ്റോ കാര്യങ്ങളൊന്നുമില്ല. AC പവർ സ്റ്റിയറിംഗ്, 2 ഡോർ പവർ വിൻഡോ, സെൻട്രൽ ലോക്ക്, സ്റ്റീരിയോ കാര്യങ്ങളെല്ലാം വണ്ടിക്ക് തരുന്നുണ്ട്. കറക്റ്റ് കിലോമീറ്റർ 70,289 കിലോമീറ്റർ. ടച്ച് സ്റ്റീരിയോ കാര്യങ്ങളെല്ലാം വണ്ടിക്ക് തരുന്നുണ്ട്. സീറ്റ് കവർ, ഫ്ലോർ മാറ്റ്, പീസ് മാറ്റ്, അത്യാവശ്യം ആവശ്യമുള്ള അക്സറീസും കാര്യങ്ങളെല്ലാം വണ്ടിക്ക് തരുന്നുണ്ട്. 2014 മോഡൽ വണ്ടി. ടയറും വലിയ കുഴപ്പമില്ലാത്ത ടയറുണ്ട്. നല്ല അത്യാവശ്യം നല്ല ബോഡി ക്വാളിറ്റി കാണാനെല്ലാം ഉണ്ട്. 2014 മോഡലാണ്. അപാകതകൾ പറയാൻ എന്തെങ്കിലും ഉണ്ടോ? അപ്പോൾ അത് ഒന്ന് കണ്ടുപിടിക്കുന്നുണ്ടോ നീ? അതാ ഞാൻ ചോദിച്ചാൽ ഉണ്ടോന്നും. നീ ഒന്നും കാണാത്ത ഒരു അതില്ലാതെ 4 ടയറും ഉണ്ട്, എല്ലാം ഉണ്ട്. ഒരു റീപ്ലേസ്മെൻറ്റ് ആക്സിഡൻറ്റ് ഒന്നും ആക്സിഡൻറ്റ് ഫ്രീ വണ്ടിയാണ്. ഓക്കെ. ഇത് നമുക്കൊരു 2.5 ലക്ഷം രൂപ കൊടുക്കാം. നമുക്ക് 2.5 ലക്ഷം രൂപ കൊടുക്കും. വീണ്ടും 2006 മോഡൽ ഓൾട്ടോ LXI 2031 വരെ ടാക്സ് എടുത്തിട്ടുണ്ട്. ടെസ്റ്റ് ഈ വർഷം സെപ്റ്റംബർ വരും. ടെസ്റ്റിന് വേണ്ടിയുള്ള വർക്കും കാര്യങ്ങളെല്ലാം ചെയ്തിട്ടിരിക്കുന്നത്. പെയിൻറ്റിങ് എല്ലാം ചെയ്ത് 4 ടയർ മാറി 4 പുത്തൻ ടയറിലിട്ട് വണ്ടി എല്ലാം സെറ്റാക്കി കിട്ടും. ടെസ്റ്റ് ചെയ്താൽ മാത്രം മതി. പേപ്പർ ടാക്സും കാര്യങ്ങളും അടച്ചിട്ടുണ്ട്. വേറെ മേജർ ആക്സിഡൻറ്റോ റീപ്ലേസ്മെൻറ്റോ കാര്യങ്ങളൊന്നും വണ്ടിക്കത്തില്ല. 2006 മോഡൽ ഓൾട്ടോ LXI. വണ്ടി കാണാനൊക്കെ വൃത്തിയായിട്ട് കിടപ്പുണ്ട്. ടയർ കൊള്ളാം. ടയർ മാറി പെയിൻറ്റ് വർക്കെല്ലാം ചെയ്ത് നീറ്റ് കണ്ടീഷനായി ഇട്ടേക്കുക. നമ്മൾ ടെസ്റ്റിൻ്റെ ടെസ്റ്റ് ചെയ്യൽ മാത്രം നോക്കിയത് വണ്ടിക്കകത്ത്. 31 രൂപ ടാക്സ് എടുത്തിട്ടുണ്ട് വണ്ടിക്കകത്ത്. എത്ര ചോദ്യം? ഇത് നമുക്കൊരു 75 രൂപ കൊടുക്കാം. 75? അതെ. കുറയോ? എന്തെങ്കിലും ചെറിയ വ്യത്യാസം വരുത്താനകത്ത് വരും. 2021 മോഡൽ വാൻഡർ VXI വെറും 13,000 കിലോമീറ്റർ മാത്രം ഓടി സിംഗിൾ ഓണർഷിപ്പ് വണ്ടി. 13 ഓടിയിട്ടുള്ളൂ? വെറും 13,000 കിലോമീറ്റർ. മാനുവലാണ്. അതെ. 2021 മോഡൽ വാൻഡർ VXI. പക്ഷേ സീറ്റ് വൃത്തിയാക്കി. സീറ്റൊന്നും അടിച്ചു കൊടുക്കാം, കുഴപ്പമില്ല. വൃത്തിയാക്കി കൊടുക്കും. നമ്മൾ സീറ്റ് വൃത്തിയാക്കാൻ സീറ്റ് അടിച്ച് പുതിയ സീറ്റൊന്നും അടിച്ചു കൊടുക്കാം നമുക്ക്. ഓക്കെ. എത്ര ചോദ്യം? ഇത് നമുക്കൊരു 4.25 കൊടുക്കാം. 4.25. അതെ. ആസ്കിങ് റേറ്റ് ആണ്. 1 ഇയർ വാറണ്ടിയും കാര്യങ്ങളെല്ലാം വരുന്ന വണ്ടിയാണ്. വണ്ടി കൊള്ളാം, വൃത്തിയായിട്ട് തന്നെ ഇരിക്കുന്നത്. അതൊന്നും കുഴപ്പമില്ല. ടയർ പിന്നെ പറയണ്ടല്ലോ, ഫസ്റ്റ് ടയർ തന്നെയാണ്. 2021 മോഡൽ വാൻഡർ VXI വെറും 13,000 കിലോമീറ്റർ സിംഗിൾ ഓണർ. നമുക്ക് 470 റേഞ്ചിൽ കൊടുക്കാൻ വേണ്ടിയാണ്. 2023 മോഡൽ ബലോന ഡെൽറ്റ വെറും 22,000 കിലോമീറ്റർ മാത്രം ഓടി സിംഗിൾ ഓണർഷിപ്പ് വണ്ടി. 23 മോഡൽ ബലോന ഡെൽറ്റ.
ആൻഡ്രോയിഡൊക്കെ ഉണ്ടല്ലോ. കറക്റ്റ് കിലോമീറ്റർ 23,318 കിലോമീറ്റർ ഓടിയ 2023 ബെലോണോ ഡെൽറ്റ വേരിയൻ്റ് ഉണ്ട്. ചോദ്യം എത്ര? ഇത് നമുക്കൊരു 695 കൊടുക്കാം. 695. അതെ. ടയറൊക്കെ കൊള്ളാം. എഞ്ചിന് ഗിയർ ബോക്സിന് 1 ഇയർ വാറണ്ടി, 3 ഫ്രീ സർവീസ് എല്ലാം വരുന്ന വണ്ടിയാണ്. 2023 മോഡൽ ബെലോനോ ഡെൽറ്റ വേരിയൻറ്റ്. എത്ര രൂപ ഇറക്കാം? ഇത് നമുക്കൊരു 6, 6.4, 6.5 വണ്ടിക്ക് ലോൺ സൗകര്യം ഉണ്ടായിരിക്കുന്നതായിരിക്കും. അതായത് നമുക്ക് 50 ഡൗൺ പേയ്മെൻറ്റ് കൊണ്ട് നമുക്ക് ഇറങ്ങാൻ പറ്റും. 2014 മോഡൽ വാൻഡർ VXI വേരിയൻറ്റ് 71,000 കിലോമീറ്റർ. 71? അതെ. 2014 മോഡൽ. കിലോമീറ്റർ ജനുവനാണോ? 72 കറക്റ്റ് കിലോമീറ്റർ ഞാൻ പറഞ്ഞുതരാം. ഗിയർ നോബ് 73,297 കിലോമീറ്റർ. ഗിയർ നോബൊക്കെ അതൊക്കെ മാറി കൊടുക്കാം. തകർന്നു പോയേക്കും. അതൊക്കെ നമ്മുടെ സാധനം ഇരിപ്പുണ്ട്. വണ്ടിക്കകം അല്ലാത്ത പക്ഷം കൊള്ളാം. സീറ്റ് കവറൊക്കെ ചെയ്ത് വൃത്തിയായിട്ട് ഇട്ടിട്ടുണ്ട്. 2014 മോഡലാണ്. വാൻഡർ VXI വേരിയൻ്റ് ആണ്. സിംഗിൾ ഓണർഷിപ്പാണ്. 73,000 കിലോമീറ്റർ മാത്രമേ വണ്ടി പോയിട്ടുള്ളൂ. മേജർ ആക്സിഡൻറ്റോ കാര്യങ്ങളൊന്നും നിലവിൽ വണ്ടിക്കകത്തില്ല. പെയിൻറ്റും വർക്കും കാര്യങ്ങളൊന്നും വണ്ടിക്കകത്തില്ല. അത്യാവശ്യം ടയറും കാര്യങ്ങളെല്ലാം വണ്ടിക്കകത്തുണ്ട്. എത്ര ചോദ്യം? ഇത് നമുക്ക് 285 കൊടുക്കാം. 2,87,000 കൊടുക്കാം. നമുക്ക് വേണമെങ്കിൽ അതിനകത്ത് 2-2.4 വരെ ലോൺ ഇട്ട് കൊടുക്കാം. അടുത്ത ഒരു ലോ ബഡ്ജറ്റ് ഓട്ടോമാറ്റിക് വണ്ടി 2014 മോഡൽ i10 ആസ്ത, അതായത് ടോപ്പ് വേരിയൻറ്റ്. വെറും 33,000 കിലോമീറ്റർ മാത്രമേ വണ്ടി കിട്ടുള്ളൂ. പെട്രോൾ അല്ലേ? പെട്രോൾ. 2014 മോഡൽ i10 ആസ്ത വേരിയൻറ്റ് 33,000 കിലോമീറ്റർ സിംഗിൾ ഓണർഷിപ്പ് വണ്ടി. കിലോമീറ്റർ ജെനുവിൻ പക്ക കിലോമീറ്റർ. എവിടെ കൊണ്ടും ചെക്ക് ചെയ്യാം. വണ്ടി കൊള്ളാം. നല്ല വൃത്തിയായിട്ട് ഇരിപ്പുണ്ട്. കിലോമീറ്റർ ഇപ്പോൾ ജെനുവിൻ ആയിരിക്കാൻ സാധ്യതയുണ്ട്. വണ്ടി കണ്ടിട്ട് എന്താ തോന്നുന്നു? അതെ, അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്. ടയേഴ്സൊക്കെ കൊള്ളാം. എല്ലാം പുതിയ ടയറാണ് കിടക്കുന്നത്. എത്ര ചോദ്യം? ഇത് നമുക്കൊരു 3.5 റേഞ്ചിന് കൊടുക്കാം. 3.5 കൊടുക്കാം. വണ്ടി കൊള്ളാന്ന് പറഞ്ഞുകൊണ്ടാണോ അവിടെ വില കൂട്ടിയത്? വണ്ടി കൊള്ളാന്ന് ഞാൻ പറഞ്ഞുകൊണ്ടാണ് വില കൂട്ടിയത്? വണ്ടി ക്വാളിറ്റി മാർക്കറ്റ് വില ഉണ്ട്. വണ്ടി നൈസ് അല്ലേ? എടുത്തിട്ട് കസ്റ്റമർ ഒരുപാട് പണി വണ്ടിക്കത് ചെയ്യണ്ട. അതൊരു ഓട്ടോമാറ്റിക്കാണ്. 2014 മോഡൽ i10 ഗ്രാൻഡ് i10 ഓട്ടോമാറ്റിക് വണ്ടി. ഒരു 14 മൈലേജ് ആ പ്രതീക്ഷിച്ചാൽ മതിയാവും. 2022 മോഡൽ എർട്ടിഗ VX ഹൈബ്രിഡ് വണ്ടി. വെറും 43,000 കിലോമീറ്റർ മാത്രം ഓടിയ സിംഗിൾ ഓണർഷിപ്പ് വണ്ടി. 43,000 ഓടിയിട്ടുള്ളൂ. അതെ. 2022 മോഡൽ എർട്ടിഗ VXI ആൻഡ്രോയിഡ് സ്റ്റീരിയോയും കാര്യങ്ങളും വണ്ടിക്കകത്ത് കയറ്റിയിട്ടുണ്ട്. സ്റ്റോക്ക് കണ്ടീഷൻ വണ്ടി. മേജർ ആക്സിഡൻറ്റോ റീപ്ലേസ്മെൻറ്റോ കാര്യങ്ങളൊന്നുമില്ല. എഞ്ചിനും ഗിയർ ബോക്സും നമുക്ക് വാറണ്ടി ഉൾപ്പെടെ വരുന്നുണ്ട്. വണ്ടി കാണാനൊക്കെ കൊള്ളാം. 43,284 കിലോമീറ്റർ മാത്രമാണ് വണ്ടി റൺ ചെയ്തിരിക്കുന്നത്. AC പവർ സ്റ്റിയറിംഗ് പവർ വിൻഡോ കാര്യങ്ങളെല്ലാം വണ്ടിക്കുന്നുണ്ട്. പ്രത്യേകം എന്താ പറയുക, പെട്ടെന്ന് അഴുക്കാവും. പക്ഷേ ഈ എർട്ടേക്ക് ഒരു ഓൾമോസ്റ്റ് എല്ലാം ഇങ്ങനത്തെ ലൈറ്റ് കളറാണ് വരുന്നത്. നമുക്ക് വേണമെങ്കിൽ കൊണ്ട് ബ്ലാക്ക് സീറ്റ് ഒരു ആഡ് ചെയ്യാൻ ഇതിനകത്ത്. അത്രേ ഉള്ളൂ. എന്നാൽ ഒരു ഇത്രയും ലക്ഷങ്ങളൊക്കെ മുടക്കുവാണെങ്കിൽ പ്രീമിയം ലുക്ക് കിട്ടാൻ വേണ്ടിയാണ് മെയിനായിട്ട് ഈ വൈറ്റ് കളറിനത് ചൂസ് ചെയ്യുന്ന ആൾക്കാർ. അല്ല, അതാ പറഞ്ഞേ, ഇത്രയും ലക്ഷങ്ങളൊക്കെ മുടക്കിയാലേ ഒരു സീറ്റ് കവർ ഇട്ട് തരാൻ കമ്പനികൾ, ഞാൻ എത്രയെങ്കിലും വീഡിയോയിൽ പറയുന്നുണ്ട്, ഇവർക്ക് ഇറങ്ങി കേട്ടിട്ടോ മാറ്റിക്കൂടി. നമ്മളെ എർട്ടിഗ ഓൾമോസ്റ്റ് എല്ലാ വണ്ടിയുടെ സീറ്റ് വൈറ്റ് കളറാണ് വരുന്നത്. നമ്മൾ കയറുമ്പോൾ ഒരു പ്രീമിയം ലുക്ക് കിട്ടാൻ വേണ്ടിയാണ് മെയിനായിട്ട് ഈ വൈറ്റ് കളർ ചൂസ് ചെയ്യുന്നത്. 5 ദിവസം കഴിയുമ്പോൾ ഇങ്ങനെ അഴുക്കായ തീർന്നു വൈറ്റ് കളർ സീറ്റ് അടിക്കാൻ വേണമെങ്കിൽ അതാണ് വൈറ്റ് റെക്സിന് അടിച്ചാൽ മതിയോ. അപ്പോൾ നമ്മളെ ഇത് എത്ര രൂപ? ഇത് നമുക്കൊരു 9.5 കൊടുക്കാം. കുറഞ്ഞു പോയല്ലോ. 2022 വണ്ടി ചുകുടി ഇല്ല. വണ്ടി അതിനുള്ള മുതലുണ്ട്. വണ്ടി ഉണ്ട്. പിന്നെ ഉറപ്പ് 23 വണ്ടി കിടപ്പുണ്ട്. അതെത്ര? അത് 15 രൂപ വരും. അത് വരുമ്പോൾ അപ്പോൾ അത് എന്ത് പറയാം, 23-25 വണ്ടി. അതിൻ്റെ ഡീറ്റെയിൽസ് ഒക്കെ എങ്ങനെയാണ്? അത് വണ്ടി ഓൾറെഡി സോൾഡ് ആയി. അതാണ് ഞാൻ പറയാത്തത്. ഓൾറെഡി ടോക്കണായി കിടക്കുകയാണ്. 2023 വണ്ടിയാണ്. 16,000 കിലോമീറ്റർ കിട്ടുള്ളൂ. 2018 മോഡൽ ബെലോനോ സീറ്റ വേരിയൻറ്റ് 71,000 കിലോമീറ്റർ സിംഗിൾ ഓണർഷിപ്പ് വണ്ടി. 71 കിലോമീറ്റർ. 71 മാനുവലാണ്. വണ്ടിക്കകമൊക്കെ കൊള്ളാം. ഇതിനെന്തായാലും എൻ്റെ ഇഷ്ടപ്രകാരം സീറ്റ് കവറൊക്കെ ഉണ്ട്. അത് നല്ല പ്രീമിയം സീറ്റ് കവർ. നല്ല കൂടിയ സീറ്റ് കവറൊക്കെ ചെയ്തേക്കുന്നത്. വണ്ടി കാണാനും കൊള്ളാം. നല്ല ടയേഴ്സ് കിടപ്പുണ്ട്. അത്യാവശ്യം നല്ല ടയർ കിടപ്പുണ്ട്. 2018 മോഡൽ ബെലോനോ സീറ്റ. അത് സെക്കൻഡ് ലാസ്റ്റ് വേരിയൻറ്റ്. ടോപ്പ് നേരെ താഴെയുള്ള വേരിയൻറ്റ്. എത്ര? 2018 മോഡൽ. ചോദ്യം എത്ര? ഇത് നമുക്കൊരു 5.35 കൊടുക്കാം. നമുക്ക് 5.35. ഓക്കെ. നമുക്കൊരു 5 രൂപ ലോൺ കൊടുക്കാം. കുറേ ഈ നീ പറഞ്ഞ വിലയിൽ പിന്നെ അഡ്ജസ്റ്റ്മെന്റ്സ് ഒക്കെ ഉണ്ടാവില്ലേ? തീർച്ചയായിട്ടും ഉണ്ടായിരിക്കും. 2023 മോഡൽ ഗ്രാൻഡ് വിറ്റാര സീറ്റ വേരിയൻറ്റ് സിംഗിൾ ഓണർഷിപ്പ്. നല്ല ക്ലീൻ പീസ് വണ്ടി. എത്ര ഓടി? ഇത് കിലോമീറ്റർ വെറും 22,000 കിലോമീറ്റർ മാത്രമേ വണ്ടി കിട്ടുള്ളൂ. 22? അതെ. പുഷ് ബട്ടൺ സ്റ്റാർട്ട്, ഓട്ടോ ക്ലൈമറ്റ് കൺട്രോൾ, AC, സ്റ്റിയറിംഗ് കൺട്രോൾ കാര്യങ്ങളെല്ലാം വണ്ടിക്കകത്ത് വരുന്നുണ്ട്. വേറെ ആക്സിഡൻറ്റോ റീപ്ലേസ്മെൻറ്റോ കാര്യങ്ങളൊന്നുമില്ല. എൻ്റെ ഫീച്ചേഴ്സ് പറയാൻ ഇഷ്ടംപോലെ ഫീച്ചേഴ്സും കാര്യങ്ങളും വണ്ടിക്കകത്തുണ്ട്.
2023 മോഡൽ ഗ്രാൻഡ് വിറ്റാര സീറ്റ വേരിയൻറ്റ്. അത് കിടക്കുന്ന ഒന്നും ആഡ് എല്ലാം കമ്പനി ഇമ്പിൾട്ട് സാധനങ്ങളാണ്. കാരണം എക്സ്ട്രാ ആഡ് ചെയ്യേണ്ട കാര്യങ്ങളൊന്നും വണ്ടിക്കത്തില്ല, എല്ലാം ഇമ്പിൾട്ട് വരുന്നതാണ്. 2023 മോഡൽ വിത്ത് ഫാൻസി നമ്പർ, ഹൈബ്രിഡ് വണ്ടി. എത്ര ചോദ്യം? ഇത് നമുക്കൊരു 12.25 കൊടുക്കാം. നമുക്ക് ഇത് മൈലേജ് എന്താണ്? മൈലേജ് കമ്പനി 20 സംതിങ് പറഞ്ഞാൽ നമ്മൾ അത്രയും പ്രതീക്ഷിക്കുന്ന താഴെ മൈലേജ് വണ്ടി കിട്ടത്തുള്ളൂ. കമ്പനി 20+ കമ്പനി ഹൈബ്രിഡ് വണ്ടിയാണ്. 20+ മൈലേജ് കമ്പനി നമുക്ക് പ്രൊവൈഡ് ചെയ്യുന്നത് പറയുന്നുണ്ട്. നമുക്ക് അതിനകത്തൊരു മൈലേജ് വണ്ടിക്ക് എന്തെങ്കിലും കിട്ടും, ഒരു 16-15 അതൊക്കെ കിട്ടും പ്രതീക്ഷിക്കണം. അപ്പോൾ നമുക്ക് 3 ഓട്ടോ കിടപ്പുണ്ട്. 2022, 2017, 2013. അത് കേട്ടാണ് ഫസ്റ്റ് ഇതിൻ്റെ നോക്കാം. 2022 മോഡൽ ഓൾട്ടോ 800 VXI വേരിയൻറ്റ്, വെറും 44,000 കിലോമീറ്റർ മാത്രം ഓടിയ സിംഗിൾ ഓണർഷിപ്പ് വണ്ടി. ഫ്രണ്ട് 2 ന്യൂ ടയേഴ്സ്, വേറെ മേജർ ആക്സിഡൻ്റ് ഒന്നുമില്ല. എഞ്ചിനും ഗിയർ ബോക്സിനും വാറണ്ടിയും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. 3 ഫ്രീ സർവീസ് വരുന്നുണ്ട്. അത്യാവശ്യം എക്സസറീസ് ഉള്ള സീറ്റ് കവർ, ഫ്ലോർ മാറ്റ്, പീസ് മാറ്റ്, അങ്ങനത്തെ അഡീഷണൽ കാര്യങ്ങളെല്ലാം വണ്ടി ചെയ്തിട്ടുണ്ട്. ചെറിയ ഗീറ്ററുണ്ട്. നമുക്ക് നമ്മൾ പറയുമ്പം അതും തിരിച്ചും കുഴപ്പമില്ല. ബാക്ക് ടയർ ആവറേജ് ആണ്, ഫ്രണ്ട് 2 പുത്തൻ ടയർ കിടക്കുന്നത്. എത്ര ചോദ്യം? 2022 മോഡലാണ് വണ്ടി. ചോദ്യം എത്രയാണ്? ഇത് നമുക്കൊരു 3.45 പഠിച്ചിട്ട് കൊടുക്കാം. 3,45,000. 2022 മോഡൽ. അടുത്താണ്ടേ 2017 മോഡൽ ഓൾട്ടോ 800 70,000 കിലോമീറ്റർ സിംഗിൾ ഓണർഷിപ്പ് വണ്ടി. എന്താ ഓടി? ഇത് നമുക്ക് 70,000 കിലോമീറ്റർ ഓടും. 70. റീപ്ലേസ് ഒന്നും വണ്ടിയൊക്കെ ഒന്നും ഇല്ല. റീപ്ലേസ് ഉണ്ടെങ്കിൽ റീപ്ലേസ് നമുക്ക് പറയാമല്ലോ. ഇല്ല, ഒന്നിനും പറയുന്നില്ല, അതുകൊണ്ട് ചോദിച്ചേ. ഉള്ളത് പറഞ്ഞാൽ പോലെയാ. ഞാൻ നിൻ്റെ ഇത് കള്ളം പറയൂ? എന്നോടല്ലല്ലോ ഇത് പറയുന്നത്, ജനങ്ങളോടല്ലേ. ടാക്സറൊക്കെ ഓക്കെയാണ്. എത്ര ചോദ്യം? ഇത് നമുക്കൊരു 2.65 കൊടുക്കാം. 2.65. 17 മോഡൽ ഓൾട്ടോ 800 70,000 കിലോമീറ്റർ. 2013 മോഡൽ ഓൾട്ടോ കേട്ടൺ 70,000 കിലോമീറ്റർ നമുക്കൊരു 1.65 കൊടുക്കാം. 13 മോഡൽ ഓൾട്ടോ കേട്ടൺ വണ്ടി, 4 ടയറും കാര്യങ്ങളെല്ലാം വണ്ടിക്കകത്തുണ്ട്. മേജർ ആക്സിഡൻ്റ് ഒന്നുമില്ല. 2013 മോഡൽ കേട്ടൺ ഒരു 1.65 കൊടുക്കാം. ഈ വണ്ടി തുറന്ന് കാണിക്കാത്ത കാരണം കൊണ്ടല്ല, ഈ ചെറുക്കൻ താക്കോൽ വെച്ച് അടച്ചി. അപ്പോൾ പിന്നെ അത് അകം കാണിച്ചു തരാൻ പറ്റത്തില്ല. അപ്പോൾ നമ്മളെ വണ്ടികളുടെ വിശേഷങ്ങളെല്ലാം അവസാനിച്ചിട്ടുണ്ട്. നിങ്ങൾ പ്രതീക്ഷിക്കുന്ന വിലയിലുള്ള നല്ല നല്ല വണ്ടികൾ കാണിച്ചു തന്നിട്ടുണ്ടെന്നാണ് എൻ്റെ ഒരു വിശ്വാസം. ചെറുതും വലുതായ വണ്ടികളുണ്ടായിരുന്നു, മിക്സഡ് ആയിരുന്നു. അപ്പോൾ മിഡിൽ ക്ലാസ് ഫാമിലിക്ക് വേണമെങ്കിലും സാധാരണക്കാർക്ക് വേണമെങ്കിലും എടുക്കാം. പിന്നെ എനിക്കൊരു കാര്യം പറയാനുണ്ട് കേട്ടോ. നമ്മൾ സ്ഥിരം പറയുന്നൊരു കലാപരിപാടി ഉണ്ട്. കാരണം ആരെങ്കിലും വരുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും കോൺടാക്ട് ചെയ്ത് ഡിക്സനുമായിട്ട് ബന്ധപ്പെട്ടിട്ട് വേണം വരാൻ. ഇവിടെ വന്ന് ഡിക്സനെ തിരക്കിയിട്ട് വേണം നമ്മൾ വണ്ടികൾ നോക്കാൻ കേട്ടോ. അല്ലെങ്കിൽ ആ പാവപ്പെട്ടൊന്നും കിട്ടില്ല. അതുകൊണ്ട് അല്ലാതെ ഇപ്പോൾ ചില ഷോപ്പുകളിൽ ഞാൻ പോയി വീഡിയോ ചെയ്യാൻ നേരത്ത് നിങ്ങൾ പറയുന്നുണ്ട് എന്തിനാ സനുവ ഇമാതിരി സ്ഥാപനങ്ങളിലൊക്കെ പോയി വീഡിയോ ചെയ്യുന്നത്. പക്ഷേ നിങ്ങൾ ആലോചിക്കണം, ഈ പറയുന്ന ഷോപ്പുകളിലെല്ലാം കച്ചവടം നടക്കുന്നുണ്ട്. അതുകൊണ്ടല്ലേ അവർ വീണ്ടും എന്നെ കൊണ്ട് വീഡിയോ ചെയ്യിപ്പിക്കുന്നത്. ഇപ്പം ഞാൻ ചെയ്യുന്ന ഉദ്ദേശം പറഞ്ഞാൽ, ഇതുകൊണ്ട് ആർക്കെങ്കിലുമൊക്കെ വണ്ടി എടുക്കാൻ താല്പര്യപ്പെടുന്നവരാണെങ്കിൽ തീർച്ചയായിട്ടും കിട്ടുക, അവർക്കൊരു അവസരം ഉണ്ടാവുക, അവർക്ക് വണ്ടി സ്വന്തമാക്കാൻ പറ്റുക എന്നുള്ളതാണ്. അപ്പം അത് നടക്കുന്നതെന്ന് കാണുമ്പോൾ ഞാൻ പിന്നെ എന്തിനാണ് കേട്ടോ അവിടെ പോകാതിരിക്കുന്നത്. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ വീണ്ടും ചെയ്യുന്നത്. അതിന് എന്നോട് ആർക്കും നീരസം തോന്നണ്ട. അപ്പോൾ അടുത്തൊരു നല്ല വീഡിയോ ആയിട്ട് കാണും വരെ ബൈ.